കൊച്ചി കോർപ്പറേഷനിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്തു. കോർപ്പറേഷനിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ എസ് സുഹാസ് മുതിർന്ന അംഗം മേഴ്സി ജോർജിന് സത്യവാചകം ചൊല്ലിക്കൊടുത്താണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരംഭിച്ചത്. ജില്ലയിലെ മുനിസിപ്പാലിറ്റികളിലും ത്രിതല പഞ്ചായത്തുകളിലും ജനപ്രതിനിധികൾ ചുമതലയേറ്റു. കൊച്ചി കോർപ്പറേഷനിൽ 74 അംഗങ്ങളാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ഇടതുമുന്നണിയിലെ 34 അംഗങ്ങളും UDFിലെ 31 അംഗങ്ങളും NDAയിലെ 5 അംഗങ്ങളും 4 സ്വതന്ത്രരും സത്യപ്രതിജ്ഞ ചെയ്തു. രാവിലെ 11:30 ജില്ലാ വരണാധികാരി കൂടിയായ കളക്ടർ എസ് സുഹാസ് മുതിർന്ന അംഗം മേഴ്സി ജോർജിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്ന് തുടർന്ന് മേഴ്സി ജോർജ് മറ്റംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കൊറോണ നിയന്ത്രണങ്ങൾ പാലിച്ചായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങ്. BJP അംഗങ്ങൾ പ്രകടനമായാണ് സത്യപ്രതിജ്ഞക്ക് എത്തിയത്. ഈ മാസം 28-ന് രാവിലെ 10 മണിക്ക് മേയറെ തെരഞ്ഞെടുക്കുന്ന ചടങ്ങും ഉച്ചയ്ക്ക് 2 മണിക്ക് ഡെപ്യൂട്ടി മേയറെ തെരഞ്ഞെടുക്കുന്ന ചടങ്ങും നടക്കും. നിലവിൽ LDFന് 34 സീറ്റും UDFന് 31 സീറ്റുകളുമാണ് ഉള്ളത്. മുസ്ലിം ലീഗ് വിമതൻ TK അഷ്റഫും UDF സ്വതന്ത്രൻ സനിൽമോനും LDFന് പിന്തുണ അറിയിച്ചിട്ടുണ്ടെങ്കിലും സ്വതന്ത്രരുടെ നിലപാട് നിർണായകമാകും. NDA ആരെയും പിന്തുണയ്ക്കില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ 2 സീറ്റിലൊതുങ്ങിയ NDA ഇത്തവണ 5 സീറ്റ് നേടി ചരിത്ര നേട്ടം കരസ്ഥമാക്കിയിരുന്നു. തെരഞ്ഞെടുപ്പിൽ വിമതരുടെയും ജനകീയ കൂട്ടായ്മകളുടെയും സ്വാധീനം പ്രകടമായിരുന്നു. എറണാകുളം ജില്ലയിലെ 82 ഗ്രാമപഞ്ചായത്തിലും 14 ബ്ലോക്ക് പഞ്ചായത്തിലും 13 നഗരസഭകളിലും ജില്ലാ പഞ്ചായത്തിലും അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ജില്ലയിലാകെ 95 NDA അംഗങ്ങളുടെ പ്രാതിനിധ്യമാണ് ഉള്ളത്. ഗ്രാമപഞ്ചായത്തുകളിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ 2 അംഗങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. കാലടി പഞ്ചായത്തിലെ ഒരംഗത്തിന് കൊറോണ പോസിറ്റീവായതാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നത്. PPE കിറ്റ് ധരിച്ച് ചടങ്ങിൽ പങ്കെടുക്കാമെങ്കിലും മറ്റസുഖങ്ങൾ മൂലം ചടങ്ങിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു. ആമ്പല്ലൂർ പഞ്ചായത്തിലെ ഒരംഗത്തിന് സഹോദരിയുടെ മരണത്തെ തുടർന്ന് സത്യപ്രതിജ്ഞയ്ക്കെത്താൻ കഴിഞ്ഞില്ല. ഇവർക്ക് അധികാരമേൽക്കാനുള്ള തീയതി പിന്നീട് അറിയിക്കും. ജനം, കൊച്ചി.